ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതെല്ലാം 2 മണിക്കൊക്കെ കേട്ടോ കിടന്നുറങ്ങിയത്. എൻ്റെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ ഫുഡ് കഴിച്ച് ഇവിടെ സംസാരിച്ച് പിന്നെ എഡിറ്റിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ തന്നെ ഉറക്കം അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായില്ല. ഉറക്കം ഇവിടെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇത് സമയം 7 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇറങ്ങുവാണ്. ആ സ്ഥലത്തിൻ്റെ പേര് എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. സോ ഞാനുണ്ട്, അമ്പിളിയുണ്ട്, ആളുടെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ അഭിജിത്ത് ഉണ്ട്, പിന്നെ വേറെ നമ്മളൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. നമ്മൾ 5 പേരാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഡ്രൈവ് തന്നെ അങ്ങോട്ടുണ്ട്. 550 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത്. എല്ലാവർക്കും ഹായ് 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 അങ്കിത. How are you? I'm good. How are you? Okay. Did you slept in the car? Yeah. Okay. Did you slept well? Yeah. So tired. Yeah. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ ഉള്ളൊരു പുള്ളിക്കാരി. വേറെ കൂടെ വന്നത് എക്സ്ട്രാ. അപ്പോൾ ആള് ഗുജറാത്തിയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ രാവിലെ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. കോഫി കുടിക്കാനോ അങ്ങനെയൊക്കെ ഇട്ട്. കാരണം നമ്മൾ നല്ല ലോങ് ജേണിയാണ് ഇവിടുന്ന്. ഞാൻ പറഞ്ഞല്ലോ ഒരു 6 hours തന്നെ നമ്മൾ വൺ സൈഡ് തന്നെ ജേണി വരുന്നുണ്ട്. പാൻഷോ കോളയാ, ചോക്ലേറ്റ് ആണുള്ളിൽ. ആ ചോക്ലേറ്റ് ഇവിടുത്തെ മെയിനാ. ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇവരും ഒരു ബ്രെഡാ. ഇതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ അത് ഷുഗർ ഈ ഐറ്റം അല്ലേ? അല്ല, എന്നാൽ ചോക്ലേറ്റ് ഒക്കെ മൊത്തത്തിൽ വരുമ്പോൾ അത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അല്ല ഒരു അല്ലല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ജസ്റ്റ് ചോദിച്ചത്. അവര് കൂടുതൽ ഇതൊക്കെ തന്നെയാണോ കഴിക്കുന്നത്? ഓക്കെ. ഇതെന്തായിരുന്നു? ഇപ്പൊ ഇത് തന്നെ അതിന്റെ സിനമണും ഡിഫറൻസ്. ഓക്കെ. ഇതെങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യണേ? ഇത് ലൈഫ് ടൈം എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ്. ക്രോസോൺ. ഓക്കെ, ക്രോസോൺ. നാട്ടില് ക്രൊയ്ഷ്യൻ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രോസോൺ. അപ്പൊ അതാണെന്ന് തോന്നുന്നു, എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. ഹായ് ഹായ്. എന്താ ട്രൈ ചെയ്യാൻ തോന്നുന്നു? എന്താ നിങ്ങൾ അതൊന്ന് കഴിച്ച് ട്രൈ ചെയ്തിട്ട് ഞാൻ ട്രൈ ചെയ്യാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാലോ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. കഴിച്ചോട്ടെ. എന്നിട്ട് എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഈ ബ്രെഡ് ഐറ്റംസിനോടൊന്നും ഒരുപാട് ക്രേസ് ഉള്ള ഒരാളല്ല. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ അത്രയും കൂടി ഇഷ്ടമുള്ള ഒന്നല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇത്ര നേരം നമ്മൾ ഹൈവേയിലൂടെയാണ് പൊക്കോണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പൊ നമ്മളിത് വില്ലേജ് പോലെയുള്ള റോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്ക്, ഇവിടുത്തെ വില്ലേജസ് ഒക്കെ നോക്കി. ആ ലാൻഡ്സ്കേപ്പ് നല്ല രസമുണ്ട്. സ്കൈ എല്ലാം ബ്ലൂ കളറായിട്ട്. വീടുകളൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. കല്ല് വെച്ചാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഭയങ്കര പുതിയ വീടാണോ? അത് പുതിയ വീട് പോലെ ഇരിക്കുന്നതാണോ? അത് അവര് എല്ലാ സമ്മറിലും അതുപോലെ വിന്ററിലൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യും. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഗ്രീനറി ഉള്ളൂ, എല്ലാ സ്ഥലത്തും അങ്ങനെ ഗ്രീനറി ഇല്ല അല്ലേ? റോഡെല്ലാം പിന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ കണ്ടോ, മുകളിലെ സ്കൈ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ. വീടുകൾ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഓക്കെ. പക്ഷെ ഈ ഏരിയയിലെ ആളുകളൊക്കെ ഫ്രണ്ട്ലി ആയിരിക്കുമോ? പൊതുവെ രസാന്നറിയോ ഇവിടുത്തെ വില്ലേജസ് ഒക്കെ കാണാൻ. ഇത്ര നേരം ഹൈവേയിൽ പോകുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വില്ലേജസിലേക്ക് കയറിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലായത്. നോക്കിയ വീടുകളൊക്കെ കല്ല് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കാറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പറയാൻ പറ്റില്ല, നല്ല കാറ്റടിച്ചിട്ട് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര ഫ്രീസായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഫോൺ തന്നെ ഒരു കൈയോട്ട് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. പിന്നെ മാക്സിമം കാർ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെന്താ മാജിക്, അതെ
സെന്റ് മിഷേലിന് കാണുന്നുണ്ട് ഇവിടെ നമുക്ക് പോകേണ്ട റൂട്ട്. അപ്പോൾ ആ കാസ്റ്റലിന് അങ്ങോട്ടല്ലേ നമ്മൾ പോകുന്നത്? അത് അതിനെന്താ പറയുന്നത്, മാജിക് ഐലൻഡോ? മാജിക് ഐലൻഡ് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലം നോക്കിയാൽ കൂടുതൽ ഗ്രീനറി ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്ക്, നല്ല രസമുണ്ട്. എവിടെ റൈറ്റ് സൈഡിൽ അങ്ങ് ദൂരെ ഇച്ചിരി കാണാൻ പറ്റുള്ളൂ അല്ലേ? അത് അവിടെ മറിഞ്ഞ് കിടക്കുക, മറ്റേ ഇത് കാരണം മറിഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ നേരെ കാണാൻ പറ്റില്ല. ഇത് നോക്കി, ഈ സ്കൈ ഒന്ന് നോക്കി, എന്ത് രസമാണ്. ഇന്ന് അത്യാവശ്യം വെയിലും ലൈറ്റൊക്കെ ഉണ്ട്. മറ്റേത് ഇത്രയും ലൈറ്റും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെയൊക്കെ മൊത്തം ഭയങ്കര ക്ലൗഡി ആയിരുന്നു. ഇന്ന് ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് തന്നെ സ്കൈയും എല്ലാം കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലൊക്കെ എന്തൊക്കെയോ ഫാമാണല്ലേ? ഫാമാണ്. അതെ, അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ആടാണോ ഗോട്ടാണോ? ഗോട്ട് ഫാമാണ്, ഷീപ്പാണ്. തണുപ്പാണ്, ഷീപ്പായിരിക്കും അല്ലേ? നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എന്തിൻ്റെയോ ഫാമാണ്. കുറേ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഫാമിങ്, എന്താ പറയുക, ഇവിടെ എന്താ മെയ്സോ കൾട്ടിവേഷൻ എന്തൊക്കെയാ? അല്ല, മെയിൻ ആയിട്ടുള്ള കൾട്ടിവേഷൻ വേറെ എന്താ? മെയ്സ് തന്നെയാണ്. ഓക്കെ, മെയ്സിൻ്റെ കൾട്ടിവേഷൻ അപ്പോൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഇങ്ങനെ നിന്നിട്ട് കുറച്ച് തണുപ്പ് കുറവായിരുന്നെങ്കിൽ കുറേ നേരം ഇങ്ങനെ തന്നെ നിന്ന് പോവായിരുന്നെങ്കിൽ ഭയങ്കര രസമായതിനെ കാണാനായിട്ട്. ഇപ്പോൾ ഇതേ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ട്. ആ ഒരു കാസ്റ്റലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് പ്ലെയിൻ ഗ്രൗണ്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങ് കുറച്ച് ദൂരമുണ്ട്. ആക്ച്വലി ഈ മോൺ സെൻറ്റ് മിഷേൽ എന്ന് പറയുന്നത് ഒരു സ്വപ്നത്തിൽ നിന്ന് വന്ന പ്രൊജക്റ്റാണ്. അതായത് സെയിൻറ്റ് ഇബേർട്ട് എന്ന് പറയുന്ന ബിഷപ്പ് സ്വപ്നത്തിൽ കണ്ടതാണ്. ഇങ്ങനെ ഒരു സ്വന്തം പേരിലൊരു എന്താ പറയുക, ഒരു മോൺ വേണമെന്നുള്ളതിൽ കണ്ടിട്ട് ആ ഒരു സ്വപ്നത്തിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു റിയാലിറ്റി ഇവിടെ ഉണ്ടായത്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ഇത് ആക്ച്വലി ഫ്രാൻസിലാണ്. ബട്ട് ആ ഒരു എന്താ പറയുക, നമ്മളൊരു അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അതൊന്ന് ഗൂഗിൾ മാപ്പിലാണെങ്കിൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് വിട്ടിട്ടൊരു സീല് നിൽക്കുന്നത് പോലെയാണ്. അപ്പം അതെ 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 അതുപോലെ തന്നെ ഇപ്പം വെള്ളം കൂടിയിട്ടുള്ള ടൈമാണെങ്കിൽ അതിന് ചുറ്റും എന്താ പറയുക കവേർഡ് ആയിരിക്കും. അല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് നടന്നിട്ടൊക്കെ പോവാം. എന്തായാലും അവിടെ എത്തുമ്പോൾ കാണാം. ഇപ്പോൾ നടന്നു പോകാൻ പറ്റുമോ? മോസ്റ്റ്ലി പറ്റേണ്ടതാണ്. പോയിട്ട് നോക്കാം. ഈ ഒരു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ബ്രാൻഡാണ്, അതിൻ്റെ ഫാക്ടറിയാണ് കാണുന്നത്. എന്തായിരുന്നു പേര്? സെയിൻറ്റ് മോൺ മിഷേൽ. ഓക്കെ, കാറ് നമ്മൾ പാർക്ക് ചെയ്തു ഇവിടെ എത്തിയിട്ട്. എന്നിട്ട് നമുക്ക് ബസ്സിൽ പോകാൻ പറ്റും. ഇത് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല ഈ കാസ്റ്റിൽ. ഇവിടെ ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ ഉണ്ട്. അല്ലാതെ നമുക്ക് ഹാഫ് വേ ഒന്നും പോകാൻ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നടന്ന് പോകാൻ പറ്റും, അല്ലാതെ നമുക്ക് ബസ്സിൽ പോകാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ബസ്സിലാണ് പോയിട്ടുള്ളത്. ഇവരെല്ലാവരും ബസ്സിൽ പോകാൻ ടൈമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സിലാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതാണ് ആ കാസ്റ്റൽ. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓടി നടന്നൊക്കെ ഇതുവഴി പോകുന്ന കാണാൻ പറ്റും. നല്ല കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പിന്നെ മെയിനായിട്ട് ബസ്സിലൊക്കെ വന്നിട്ട്. നടക്കുകയാണെങ്കിൽ രസമാണ്. കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോവാം. എന്തൊരു കാറ്റാണ്! എന്റെ മുടി വറക്കുന്നത് കേട്ടോ. അയ്യോ, ഒടുക്കത്തെ കാറ്റായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതിന് 10 ഇരട്ടി കാറ്റായിരുന്നു. ഇപ്പൊ ഒരു ഇച്ചിരി കുറഞ്ഞിട്ടല്ലേ. കാറ്റ് പ്രശ്നമല്ല, പക്ഷെ ഐസ് പോലെ ആവുന്ന കാറ്റ്. എന്റെ കയ്യൊക്കെ കളർ കണ്ടോ, ഫ്രീസായി പോയി. ഫ്രീക്കിങ് കോൾഡാണ് ഇവിടെ. അയ്യോ, ഇനി മുടി ഇങ്ങനെ വറക്കുന്നതൊക്കെ മനസ്സിലാവും എത്ര കാറ്റാന്നുള്ളത്. നമ്മൾ കാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴൊന്നും സമാധാനമായി. കാറ്റൊന്നുമില്ല ഇവിടെ, ഇങ്ങനെ മതിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ വിശക്കും നമുക്ക്. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് ഇവിടെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അമ്പിളി നല്ല കുക്കായതുകൊണ്ട് തന്നെ റാപ്പെല്ലാം ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവന്നു. അമ്പിളി എന്താ കഴിക്കുന്നേ? റാപ്പ് 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 റാപ്പ്
പുള്ളിക്കാരി വെജ് ആയതുകൊണ്ട് ആൾക്ക് സ്പെഷ്യൽ വെജ് എല്ലാം ഉണ്ട്. ഹൗസ് ഇറ്റ്? ഇറ്റ്സ് ഗുഡ്. ഓക്കെ. ത്രാമ്പിയാന്ന് വെച്ചാ അടിപൊളിയാ. ഓക്കെ. ഇവിടെ കുറേ ഷോപ്സും പർച്ചേസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഒടുക്കത്തെ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ഇത് ആക്ച്വലി ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് സുവനീർ ആയാലും എല്ലാത്തിനും നല്ലൊരു റേറ്റ് തന്നെ വരും. ഇത് ക്രപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ. അതിൽ 2-3 വെറൈറ്റീസൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് റാഗി വരുന്ന ടൈപ്പ്, പിന്നെ വേറെ ഏതോ ഫ്ലേവർ വരുന്ന ടൈപ്പ്, ഒരു കൈൻഡ് ഓഫ് ഒരു പാൻ കേക്കൊക്കെ പോലെ ഇരിക്കുന്നൊരു ഡിഷാണ്. അത് ഉള്ളിൽ സ്വീറ്റ് ആയിരിക്കും, പിന്നെ ന്യൂട്രലൊക്കെ ആഡ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. ഇവിടുത്തെ എക്സ്ട്രീം തണുപ്പാണ് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിയേ, ഇതുണ്ടോ? കല്ല് വെച്ചാണ് ഈ കാസ്റ്റിലായാലും ഇവിടുത്തെ വീടുകളായാലും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു റോഡ് വഴിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് നടന്നു വരാം. ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് നടന്നു വരാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ട് നോക്കി, അവിടെ ഉണ്ടോ ഈ കാണുന്ന വെള്ളമാണ്. അതിൻ്റെ തൊട്ടപ്പുറം ഗ്രൗണ്ടല്ലേ, അപ്പോൾ അതുവഴി നമുക്ക് നടന്നു വരാം. വെള്ളം ഇപ്പോൾ കൂടുതലായതുകൊണ്ട് പറ്റൂല, കാരണം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പൂന്തി പോവും, അങ്ങനെ കാലുള്ളിലേക്ക് പോവും. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. അങ്ങോട്ടുള്ള വ്യൂ ആയാലും കുറച്ചും കൂടെ ലൈറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം മുന്നേ നല്ല സൺലൈറ്റ് ഉണ്ടായതാ, ഒറ്റയടിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് മാറി. അത് 5 മിനിറ്റ്സ് വെച്ച് മഴയും തണുപ്പും കാറ്റും അതിൻ്റെ അളവ് കൂടും കുറയും. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. ഇപ്പോൾ നോക്കിയേ, നേരത്തെ ഞാൻ ആ കാറിൽ നിന്ന് കാണിച്ച വ്യൂവിലെ ക്ലൗഡ്സ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഉള്ള ക്ലൗഡ്സ് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇപ്പോൾ ഭയങ്കര ഡാർക്ക് ക്ലൗഡ്സാണ്, ബ്ലൂ കളറേ ഇല്ല. മഴ പെയ്യാൻ പോകുന്ന ക്ലൗഡാണുള്ളത്. ഈ സൈഡിലേക്ക് നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ. നോക്കി, ഇവിടെ എന്തോ ഒരു കിളിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നോക്ക്, വേണ്ടാ കിളി. ഞാൻ അടുത്തേക്ക് പോയത് എന്തായാലും പറന്നു പോവായിരിക്കും, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നോക്ക്, പേടിച്ച് നിൽക്കുന്നു. അടുത്തേക്ക് പോയിട്ടത് പറക്കുന്നില്ലല്ലോ. സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ കൊക്കൊക്കെ നോക്കി, റോസ് കളറിൽ നല്ല രസമുണ്ട് കാണാൻ. നോക്ക്, ഈ സൈഡിലേക്ക് മൊത്തം മഴ പെയ്യാനുള്ള ക്ലൗഡ്സും ബാക്കിലേക്ക് നല്ല ക്ലിയർ ക്ലൗഡ്സുമാണ് ഇവിടുത്തെ വ്യൂ. കണ്ടോ, ആ കാസ്റ്റലിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ നമ്മൾ 13 യൂറോ കൊടുക്കണം. പക്ഷേ അതിൽ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും വേർത്ത് നമുക്ക് വേറെ സ്ഥലം ഇവിടെ ഉണ്ട്, വേറെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. കുറേ ഷിപ്പും ഇതൊക്കെ കിടക്കുന്നത്, അങ്ങോട്ടാണ് ഇനി നെക്സ്റ്റ് പോകുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ വെള്ളമില്ലാത്ത സമയത്ത് അവിടുന്ന് സൺസെറ്റിൻ്റെ സമയത്ത് ഇവിടേക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഗൂഗിളിൽ അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടൂല, കാരണം രാവിലെ അല്ല, ഒരു ഉച്ച സമയമാണ് ഇപ്പോൾ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ നടന്ന ആൾക്കാർ ഇങ്ങോട്ട് വരും. ഷൂവോ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതാവും. ബൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം, ട്രക്കിങ്ങിൻ്റെ ബൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പാടായിരിക്കും. ഇതെല്ലാവരും ചെളിയിലൂടെ കാലിൽ അങ്ങനെ നടന്നാ വരുന്നത്. കണ്ടിട്ട് നല്ല രസമുണ്ട്. ഇതൊരു അഡ്വഞ്ചർ ആയിട്ടുണ്ട്. കുറേ ആൾക്കാർ വരും. നോക്കിയേ, എന്തോരം വരാം. ഈ നടക്കുന്ന ആൾക്കാരൊക്കെ ഒരേ ഡയറക്ഷനിലാണ് നടക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത്, ഒറ്റയ്ക്കൊന്നുമല്ല വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ ടൈമിലും ഇതുപോലെ നടക്കാൻ പറ്റില്ല. ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ ഗൈഡിൻ്റെ കൂടെ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. കാരണം ചില സ്ഥലത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ കാണുമ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകുന്ന പോലെ, എന്താ പൂണ്ട് പോവും. പക്ഷെ അവർ കണ്ടോ, ഒരു ഓൾറെഡി വണ്ടി പോയൊരു ഡയറക്ഷനിലൂടെയാണ് അവർ നടന്നു വരുന്നത് കേട്ടോ. ഈ ബലൂൺ അവിടെ ഇട്ടേക്കുന്നത് വെള്ളം വരുന്ന സമയത്ത് അത് പൊങ്ങും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടാണ് അത് അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. കുറേ കറങ്ങി കണ്ടു. നമ്മൾ മുകളിലേക്ക് കുറേ നേരം നടന്ന് ഇപ്പോൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പിളി ഇതേ എന്തോ സുവനീർ വാങ്ങാൻ പോയിക്കാണ്. അപ്പോൾ നോക്കിയോട്ടെ എന്ത് സുവനീറാണ് വാങ്ങുന്നത്. ഞാൻ പിന്നെ കളക്റ്റിംഗ് മെമ്മറീസ് ഓൺലി, നോട്ട് തിങ്സ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ സാധനങ്ങളും വെയിറ്റിൻ്റെ ഇത് കാരണം എനിക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും മേടിക്കാറില്ല. എന്ത് സുവനീറാണ് മേടിക്കുന്നത്? ഇതിൻ്റെ ഇതാണോ ഇവിടുത്തെ? ഇതേ ഈ വ്യൂവാ. ഇത് ബോക്സോ ഇട്ട് വെക്കാൻ പറ്റണേ അല്ലേ? കണ്ടിട്ടൊരു ബിസ്ക്കറ്റ് ഇട്ട് വെക്കാൻ പറ്റേ. വൈൻ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് തോന്നുന്നു അല്ലേ? എന്താ ബട്ടറാണോ?
ബട്ടറാണോ? അതെ, ബട്ടർ. ഓക്കെ. ഡിയർ സാർലി, ബട്ടർ ലൈക്ക് സോൾട്ടഡ് ബട്ടർ. ഓ, ഇത് വായിക്കാൻ അറിയാം. പിന്നെ ദേ അമ്പിളിക്ക് ഒരുപാട് കഴിവുകളുണ്ട് കേട്ടോ. അമ്പിളി മറ്റേ ഭാഷയൊക്കെ അടിപൊളിയായിട്ട് പറയല്ലേ. എന്താ B1 B2 അല്ല, B1 B2 എന്തൊക്കെയോ പറയല്ലോ. പറ അമ്പിളി. ബി ദേ ഇതാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഫോട്ടോ ഓൾസോ കണ്ടോ, ഓരോ ടൈമിലെയും ഓരോ വ്യൂവും ഓരോ രീതിയിലാണ് കണ്ടോ. നോക്കിയേ, ഈവനായിട്ടുള്ള ഇതിങ്ങനെ ഈ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ഇത്രയും ലേറ്റ് ഇല്ല. ഇത് കണ്ടോ, നല്ല ലേറ്റ് ഉള്ള സമയത്ത്. അപ്പോൾ പഴക്കം കൂടുന്തോറും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ബെൻഡും ഉള്ളോട്ട് പോകും. കാരണം നമ്മൾ ചോദിക്കുന്നത് നോർമലി അങ്ങനെയാണ് കാണാറ്. ലൈക്ക് ഈ ഒരു ബെൻഡ് കുറച്ച് ലൈക്ക് പഴക്കം ചെല്ലുന്തോറും ഇതിന്റെ ഉള്ളോട്ടേക്ക് പോകും. ഉള്ളിലേക്ക് ഇത് ഒരുപാട് ഇതല്ല, ഉള്ളിലേക്കല്ല. ഓക്കെ. യാ, വീണ്ടും കുറച്ച് സുവനീറൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട്, എനിക്കല്ല. അപ്പോൾ ദേ ഇവിടെ നോക്കിയേ, സാധാ സുവനീർ ഷോപ്പിൻ്റെ ഉള്ളിൽ ഡോഗ്സൊക്കെ അലോഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് കൊള്ളായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുക. അത് ഓരോന്ന് പോയി മണക്കുന്നുണ്ട്, നക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതിനവർ പിടിച്ചു കൊണ്ടുപോകും. നോക്കി, അതെല്ലാം പോയി നോക്കുന്നുണ്ട്. ഒരു പ്രശ്നവും അതിനില്ല. എനിക്ക് എൻ്റെ ഡോഗിനെ ഇതുപോലെ കൊണ്ടുപോകണം. യൂറോപ്പിൽ തന്നെ ഞാൻ അതിനെ കൊണ്ടുവരേണ്ടി വരും. നാട്ടിലെന്തായാലും ഇങ്ങനെ കൊണ്ടുപോകില്ല. നോക്കി, എല്ലാം അത് പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. ഹായ്. അവിടുന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ എവിടേക്കാ പോകുന്നേ? തീരുമാനിച്ചില്ല. അവിടെ എന്താ വില്ലേജ് ആണോ അതോ വേറെ? അവിടെയാണ് സെയിൻ റിവർ സെയിൻ ഇല്ലേ, അതിന്റെ അവസാനിക്കുന്ന സ്ഥലമാണ് അത്. കടലിലേക്ക് ആവുന്ന സ്ഥലം. കുറച്ച് ബ്യൂട്ടിഫുൾ ആണ്. അവിടെയാണ് ആദ്യമായിട്ട് ഇംപ്രഷനിസം എന്ന് പറയുന്ന പെയിന്റിങ്ങിന്റെ സാധനം ഒറിജിനേറ്റ് ചെയ്ത സ്ഥലമാണ്. നൈസാണ്, കുഴപ്പമില്ല. നല്ല നൈസ് പാലങ്ങളും. അത് 80% മറ്റേ സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്നു പോയ സ്ഥലമാണ്. ചുമ്മാ കാണാം, രസമാണ്. എൻ്റെ ഉറക്കമൊന്നും റെഡി ആയിട്ടുണ്ടായില്ല കുറച്ച് ദിവസമായിട്ട്. നാട്ടിൽ നിന്ന് നല്ലപോലെ ഉറങ്ങിയത്. അതിന് ശേഷം നല്ല ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. സോ ഞാനിപ്പോൾ ഇപ്പം പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്നില്ല, തിരിച്ച് റൂമിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അതിന് തന്നെ ഒരു 5-6 hours എടുക്കും. സോ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര തലവേദന. ഓൾമോസ്റ്റ് വീടിൻ്റെ അവിടെ എത്താനായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു സൂപ്പർ മാർക്കറ്റ് കയറി ധരിക്കുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ. അപ്പോൾ ഇതെവിടെയാണെന്നറിയോ, നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാരിഫോർ ഉണ്ടല്ലോ, അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ കാരിഫോർ എന്നല്ല അവർ പറയുക, കഫൂർ എന്നാണ് പറയുക. ഈ ഒരു ചോക്ലേറ്റ് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മറ്റേ കുറേ വെറൈറ്റി കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. കുറേ വെറൈറ്റി സാധനങ്ങളാണ്. ഞാൻ ഒന്നും അങ്ങനെ നോക്കിയില്ല, ജസ്റ്റ് വണ്ടിക്കിടന്ന് കുറച്ച് നേരം ഉറങ്ങി എണീച്ച് വന്നിട്ട് ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയായിരുന്നു. ആ പല്ല് ഇതുവരെ സ്റ്റിച്ച് അഴിച്ച് മാറ്റാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പെയിനും ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുക. തിരിച്ചതേ റൂമിലെത്തി. ഭയങ്കര ടയർഡാട്ടോ. എൻ്റെ പല്ല് വേദന, തലവേദന, ഉറക്കക്ഷീണം. ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിടന്നുറങ്ങാനായിട്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.